ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കങ്കുവ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. കങ്കുവ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അമ്മാതിരി ഹൈപ്പായിരുന്നു സിനിമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇന്ന് രാവിലെ 6 മണിയുടെ ഷോക്ക് തന്നെ ഞാൻ ഇന്ന് ബാലുശ്ശേരി സന്ധ്യ തിയേറ്ററിൽ പോയി. ഷോ ഏകദേശം നമ്മുടെ ഫാൻ ഷോ ഫില്ലായിട്ടുണ്ട്. കാരണം സൂര്യ ഫാൻസ് ഒന്നും നമ്മുടെ ഈ ഒരു റീജിയനിൽ അത്രയില്ല. ബട്ട് എന്നിട്ടും ഏകദേശം ഒരു 80%, 85%ഉം ആളുകൾ ഫാൻ ഷോ രാവിലെ 6 മണിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സിനിമയോടുള്ള ആളുകളുടെ ഒരു ഇഷ്ടത്തെ കാണിച്ചിരുന്നത്. അപ്പം ആ സിനിമയുടെ ഷോ തുടങ്ങിയതിൽ ഫസ്റ്റ് തന്നെ നമ്മളിലേക്ക് ഫ്രാൻസിസ് എന്നുള്ള ക്യാരക്ടർ നമുക്കറിയാലോ. ആ ക്യാരക്ടറിലേക്കുള്ള ബിൽഡപ്പ്, കങ്കുവേന്റെ ബിൽഡപ്പ് അതെനിക്ക് ഉറപ്പായിരുന്നു. എലിവേഷൻ സീക്വൻസ് ചെയ്യാൻ ശിവ വേറെ ലെവലാണ്. ബിൽഡപ്പ് എന്ന് പറയുന്നത് DSPന്റെ മ്യൂസിക്കും കൂടി വരുമ്പോണ്ടല്ലോ രോമാഞ്ച സംഭവമാണ്. എന്താ തിയേറ്ററിലുണ്ടല്ലോ നമ്മൾ അറിയാണ്ട് കൈയടിച്ചു പോകും. അമ്മാതിരി ബിൽഡപ്പാണ്. ആ ബിൽഡപ്പ് ഒക്കെ ചെയ്തിട്ട് ആളെ കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ബിൽഡപ്പിന്റെ ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് പോയി പോകും. പിന്നെ ഞാൻ പറയട്ടെ, പിന്നെ സിനിമ പോകുന്നത് നമുക്കറിയില്ല ഇത് എങ്ങോട്ടായി സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, എന്തിനു വേണ്ടി സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്നു നമ്മളിങ്ങനെ ആലോചിച്ചു. ഒന്നും കണക്റ്റ് ആവുന്നില്ല, ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല, മാസ് കണക്റ്റ് ആവുന്നില്ല, ആ ക്യാരക്ടറിനോടുള്ള ഒരു ഇഷ്ടം ഒന്നും കണക്റ്റ് ആവുന്നില്ല, കോമഡിയും കണക്റ്റ് ആവുന്നില്ല. എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി സിനിമ ഇങ്ങനെ പോവുകയാണ്. സത്യം പറഞ്ഞാല് സിനിമ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ ഇനി കാണണോ, ഇനിയിപ്പോ എന്തായാലും വന്നതല്ലേ കാണാം എന്നുള്ള കണ്ടീഷനിലേക്ക് സത്യം പറഞ്ഞാൽ സിനിമ പോയി. സെക്കൻഡ് ഹാഫ് എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ചെറുതായിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെയും ശിവ എന്ന് പറയുന്ന ഡയറക്ടറിന് ഇവിടെയും ഫോൾട്ട് സംഭവിക്കുന്നുണ്ട്. സ്ഥിരം പാറ്റേൺ അദ്ദേഹം യൂസ് ചെയ്യുന്നത്. സ്ഥിരം അദ്ദേഹത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അദ്ദേഹം വേറൊരു വേൾഡ് കാണിച്ചു. അത്രേ ശിവ കങ്കുവയിൽ ചെയ്തിട്ടുള്ളൂ. സൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഒന്നും യൂസ് ചെയ്യാൻ മീൻസ് സൂര്യക്ക് ഒരു ചെറിയ പ്രയാസം എന്താണെന്ന് വെച്ചാല് സൂര്യ ഡയലോഗ് ഡെലിവറിയും അതുപോലെ മാസൊന്നും അത്ര അങ്ങോട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ ചെറിയൊരു പോരായ്മ ഉണ്ട്. അത് ഇതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. മാസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് പണ്ടത്തെ സിങ്കൊക്കെ അല്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ സിങ്കാണ് ഫീൽ ചെയ്ത്. ഓങ്കിയടിച്ച 1.5 ടൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ സൂര്യ കാണിക്കുന്ന ആ മാസാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. കണ്ണൊക്കെ നല്ലോണം മുന്തിത്തള്ളി സൗണ്ടൊക്കെ അത്രയും ഒച്ചത്തിലാക്കിയിട്ട് നമുക്കൊന്നും ഡയലോഗിനൊന്നും മനസ്സിലാവുന്നില്ല. ആ ലെവലില് അതേപോലെ വില്ലനെ കാണിക്കുമ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല, വില്ലന്റെ ഡയലോഗ് മനസ്സിലാവുന്നില്ല. അവിടുത്തെ അതിലെനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാല് സെറ്റ് ഒരു രക്ഷയില്ല. സെറ്റ്, കോസ്റ്റ്യൂംസ് അതൊക്കെ വേറൊരു വേൾഡിലാണ് നമ്മൾ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്, ആ സെറ്റും ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ. പക്ഷെ സിനിമ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ ലോകത്തേക്ക് പിടിച്ചിരുത്തുന്നില്ല, സിനിമയ്ക്ക് സാധിക്കുന്നില്ല. അതിൽ മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശിവയുടെ മേക്കിംഗ് തന്നെയാണ്. ശിവ എന്തൊക്കെയോ ടെക്നിക്കൽ സൈഡ് സൂപ്പറാണ്. ടെക്നിക്കൽ സൈഡ് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. അത്രയും അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്, അവരുടെ മാക്സിമം ഔട്ട്പുട്ട് അതിൽ വരുന്നുണ്ട്. ബട്ട് ശിവസാർക്ക് കഴിയുന്നില്ല ഇതുപോലൊരു സിനിമ എടുത്തു വെക്കാൻ. അദ്ദേഹത്തിന് വീരം, വേതാളം ആ ഒരു ടൈപ്പ് ഒരു റൂറൽ സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ്. ഇതിലും റൂറൽ ആണെങ്കിൽ പോലും ഒരു ഗോത്രവർഗ സമൂഹത്തിന്റെ ഒരു പണ്ടത്തെ കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും എന്തോ നമ്മളിലേക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത് എനിക്ക് നെഗറ്റീവായി തോന്നിയത് സൂര്യയുടെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. പക്കാ അലർച്ച തന്നെയായിരുന്നു, അലർച്ചയോടലർച്ച. നമുക്കിങ്ങനെ ഇറിറ്റേഷൻ ആവും. എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യില്ല. ഒരു സിനിമ കാണുമ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ലൈഫിൽ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇങ്ങനെ എന്നുള്ള ഒരു അമർഷം വരുന്നൊരവസ്ഥ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സീക്വൻസ് വരുമ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു, ഈ സീനെ വേണ്ടാന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ അങ്ങനെ നമ്മളെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ഈ സിനിമ ഒരു 1000 കോടി അടിക്കും എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ് പ്രൊഡ്യൂസർ പറയുന്നെങ്കിലും എനിക്ക് തോന്നില്ല ഒരു 500ന്റെ മേലെ തന്നെ സിനിമ കളക്ട് ചെയ്യുമെന്നുള്ളത് സംശയമാണ്. കാരണം ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്ക് ആവുകയാണെങ്കിൽ നമുക്ക് 500, 600, 700 എന്നുള്ള രീതിയിൽ സൂര്യ എന്നുള്ള ആക്ടറിന് എത്തിക്കാൻ സാധിക്കുള്ളൂ. സൂര്യ എന്ന ആക്ടറിനെ ചെറുതാക്കി പറഞ്ഞല്ല, അദ്ദേഹത്തിന് ഉണ്ടാക്കി വെച്ചൊരു മാർക്കറ്റ് ഉണ്ടല്ലോ ഇപ്പം നിലവില്. ആ മാർക്കറ്റില് അദ്ദേഹത്തിന് ആളുകളെ പുൾ ഓഫ് ചെയ്യാൻ ഈ സിനിമ വെച്ച് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സൂര്യ സാറിന്റെ അടുത്ത പടത്തിൽ അദ്ദേഹം നല്ലൊരു കംബാക്ക് വരുത്തട്ടെ.
പിന്നെ ഇതിലെ സോങ്സ് ഒക്കെ അത്യാവശ്യം DSP സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ DSPന്റെ സൈഡ് സൂപ്പറാണ്. സിനിമയിലെ കുറേയൊക്കെ നമ്മളെ ചില സീക്വൻസ് ഒക്കെ കൈയടിപ്പിക്കാൻ തോന്നിക്കുന്നതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് DSPന്റെ BGM സ്കോർ തന്നെയാണ്. പിന്നെ ഇതില് ദിശ പട്ടാണി ഉണ്ട്. ദിശയ്ക്കൊക്കെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല സിനിമയിൽ. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. അതൊക്കെ അറിഞ്ഞു കാണും, നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സിനിമയിലെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് പാട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പാട്ട് അതിപ്പോ ഒരു അനാവശ്യ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ സിനിമയിലും നെക്സ്റ്റ് പാട്ട് സംഭവം വെച്ചിട്ട് ആ നെക്സ്റ്റ് പാട്ട് എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ട്. ആ ഒരു സംഭവമേ നഷ്ടപ്പെട്ട്. നെക്സ്റ്റ് പാട്ടുണ്ടോ, ഈ സിനിമയ്ക്ക് ഉണ്ടോ എന്നുള്ള സംഭവം പോയി. ഉണ്ടാവും, അടുത്ത നെക്സ്റ്റ് പാട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ലെവലിലേക്ക് സിനിമ ആ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതില് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് കാട്ടുന്നുള്ള കാടിനെ ഉപയോഗിച്ചുകൊണ്ടൊരു ഫൈറ്റ് ഉണ്ട്. അടിപൊളി കേട്ടോ. അത് അത്യാവശ്യം ഗ്രാൻഡായിട്ട് വൃത്തിക്ക് ശിവ അറിഞ്ഞ് ചെയ്തൊരു സാധനം. എനിക്ക് ആ ഫോറസ്റ്റ് ഫൈറ്റാണ് ഫീൽ ചെയ്തത്. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ടെക്നിക്കൽ സൈഡ് അവർക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം അത്രയും സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യ ഈ സിനിമയ്ക്ക് എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇതിന്റെ ക്ലൈമാക്സിലേക്ക് സൂര്യ 6 പാക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങള്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കൈയടിക്കാനുള്ള ഫാൻസും തൃപ്തിയാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എന്നോട് കങ്കു കാണാൻ കയറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം പോക്കണമെങ്കിൽ പോയി കാണാമെന്നല്ലാതെ അതിനായിട്ട് ഇറങ്ങി തിരിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.